ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിലെ ശ്രീരാംപാലം എന്ന് പറഞ്ഞൊരു കൊച്ചു മുക്കുവ ഗ്രാമമുണ്ട്. ഗ്രാമത്തിൽ എനിക്കൊരു നല്ല സ്നേഹിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജാലിയ എന്നാണ്. ആ പ്രിയപ്പെട്ടവൻ ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി വരുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ തിളക്കവും അദ്ദേഹത്തിൻ്റെ മുഖത്തെ സന്തോഷവും എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. കാരണം ശാരീരികമായി പരിമിതിയുള്ള 80 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു കൊച്ചു ഭവനത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ശാരീരിക പരിമിതി? അദ്ദേഹം ഒരു കുഷ്ഠരോഗിയാണ്. വിരലുകൾ വേണ്ടതുപോലെ അദ്ദേഹത്തിനില്ല. നടക്കാൻ പ്രയാസമുള്ള മനുഷ്യൻ. എന്നാൽ ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷം, അദ്ദേഹത്തിൻ്റെ ആനന്ദം, പ്രത്യേകിച്ച് അദ്ദേഹം തൻ്റെ പരിമിതമായ കരത്തിനകത്ത് ആ ടാമറിൻ, ആ ചിഞ്ചലം പിടിച്ച് പാട്ടുപാടി ആരാധിക്കുന്നത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഇന്നത്തെ പരിമിതികൾ പലപ്പോഴും നമ്മെ സന്തോഷത്തിൽ നിന്ന് അകറ്റുന്നു. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവം നമുക്ക് ഇത്രയധികം നന്മകൾ ഈ രാവിലെ തന്നില്ലേ, ഈ ദിവസം തന്നില്ലേ. ആ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം, ആ ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഈ രാവിലെ എല്ലാ നന്മയ്ക്കായും സ്തോത്രം, ആരോഗ്യത്തിനായി സ്തോത്രം, ആയുസ്സിനായി സ്തോത്രം. പിറുപിറുപ്പ് കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.